2016 കേരള ഡിസബിലിറ്റി സർവേ പ്രകാരം കേരളത്തിൽ ഏകദേശം 7,90,000 ഭിന്നശേഷിയുള്ളവരുണ്ട്. അതിൽ തന്നെ പകുതിയോളം കുട്ടികളാണ്. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1,00,000-ൽ കൂടുതൽ കുട്ടികൾക്ക് പലതരത്തിലുള്ള ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അതായത് ചലനപരമായിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ട്. അവരുടെ ഈ ഡിസബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ഇന്ന് ലഭ്യമാണ്. അതിലേറ്റവും നൂതനമായിട്ട് ഉള്ളൊരു ഇൻ്റർവെൻഷനാണ് റോബോട്ടിക് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റോബോട്ടിക് ഗേറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു റോബോട്ടിക് ആംസിൻ്റെ സഹായത്തോടു കൂടി കുട്ടികളുടെ പരിമിതിയുള്ള ശരീരാവയവം, ബേസിക്കലി കാലുകളാണെങ്കിൽ ആ കാലുകളിൽ അതിനെ പാസീവായിട്ട് മൂവ് ചെയ്യിച്ചുകൊണ്ട് അതിൻ്റെ തോത് കൃത്യമായിട്ട് അവരുടെ പേശികൾ ബലപ്പെടുന്ന രീതിയിൽ അതിൻ്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ആ മൊബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവുക. അതാണ് ഒരു പരിധിവരെ സിമ്പിളായി പറഞ്ഞ റോബോട്ടിക് റീഹാബിലിറ്റേഷനിൽ ചെയ്യുന്നത്. അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ ഇന്ന് മൊബിലിറ്റി റെസ്ട്രിക്ഷൻസ് ഉള്ള കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിട്ട് അവർക്ക് ഗേറ്റ്, അതായത് നടക്കാൻ വേണ്ടിയുള്ള ഈ കഴിവ് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജനിക്കുന്ന കുട്ടികളുടെ ഏർലി റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റവും നേരത്തെ തന്നെ അവരെ കണ്ടെത്തിയിട്ട്, ഇപ്പോൾ സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളാണെങ്കിൽ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഗേറ്റ് ട്രെയിൻ ചെയ്യിക്കാൻ സാധിച്ചു. ഓൾറെഡി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ഓരോ ഗേറ്റ് അവർക്കിപ്പം കോംപ്രമൈസ്ഡ് ആണെങ്കിലും അതും പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫെസിലിറ്റി ഇവിടെ വരുന്നതോടുകൂടി കേരളത്തിൽ വളരെ സുലഭമാവുന്നതോടുകൂടി ബഹുഭൂരിപക്ഷം കുട്ടികൾ, അതായത് ഈ 1,00,000 വരുന്ന ലോക്കോമോട്ടർ ഡിസബിലിറ്റി വരുന്ന ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഈ ഒരു സേവനം ലഭ്യമാക്കാൻ സാധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കുട്ടിയുടെ മൊബിലിറ്റി മാത്രമല്ല നമ്മൾ മാറ്റുന്നത്, ഒരു ജീവിതവും മാത്രമല്ല മാറ്റുന്നത്. അതിലൂടെ ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിൽ, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സൊസൈറ്റിയുടെ മൊത്തം ഡെവലപ്മെൻറ്റിന് സാധ്യമാവുമെന്നുള്ളതാണ് വസ്തുത.